ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? നമ്മളെ ഒട്ടകം ഗോപാലനില്ലേ, മൂപ്പർക്ക് ഇന്നലെ നട്ടപ്പുരാന്ത് പിടിച്ച് ഒരു ചർച്ചയിലുണ്ടല്ല, ചർച്ചയിൽ ഉത്തരം മുട്ടിയപ്പോ മൂപ്പർ എന്തെല്ലാം കാണിച്ചു കൂട്ടിയെന്നറിയാം. ഞാനെന്താ ആലോചിക്കുന്നറിയാം, ഈ ഒട്ടകം ഗോപാലൻ ഒരു ചാനലിന്റെ ഫ്ലോർ വന്നിട്ട് ഇത്ര ലക്ഷം ആൾക്കാർ കാണുന്ന ഒരു പരിപാടി വന്നിട്ട് ഇമാതിരി ഉളത്തരം കാണിക്കുമ്പോ ഇയാളെ വീട്ടുകാർക്ക് ഇത് കാണുന്നുണ്ടാവില്ലേ? ഇയാളുടെ വീട്ടുകാർക്ക് കാണുന്ന അറിയുമ്പോ ഇയാൾക്ക് കുറച്ചെങ്കിലും ഒരു നാണുമാനം ഉളുപ്പുണ്ടാവില്ല അല്ലെ? എവിടെ നാണുമാനം ഉളുപ്പുണ്ടെങ്കിൽ ഇയാൾ ഇമാതിരി പരിപാടി എടുക്കുവോ? സംഭവം വേറെ ഒന്നുമല്ല, ഇന്നലെ ആശ്മീന്റെ നേതൃത്വത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ നമ്മളെ ഗോപാലകൃഷ്ണന് ഉത്തരം മുട്ടിക്കഴിഞ്ഞാല് പിന്നെ സംഘികൾ കാണിക്കുന്ന സ്ഥിരം പരിപാടി എല്ലാവർക്കും അറിയല്ലോ. ആ സ്ഥിരം പരിപാടി തന്നെ നമ്മളെ ഗോപാലകൃഷ്ണൻ ഇന്നലെ എടുത്ത്. ആദ്യം ഈ ചർച്ചയിലുണ്ടല്ലോ, നമ്മളെ ഗോപാലകൃഷ്ണൻ അടിച്ചു കയറി അങ്ങ് പോകലായിരുന്നു. അപ്പോഴായിരുന്നു അവിടെ ഇരുന്ന എതിരാളികൾ നമ്മളെ ഗോപാലകൃഷ്ണനോട് ആ ചോദ്യം ചോദിച്ചത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നത് BJP-ക്കാർ തന്നെയല്ലേ എന്നുള്ള ആ ഒരു ചോദ്യം. ഒരു BJP-യുടെ വനിതാ നേതാവായ പ്രേരണ കുമാരി, നല്ല പേരല്ലേ, പ്രേരണ കുമാരി എന്ന സ്ത്രീയാണ് ശബരിമലയിൽ നിർബന്ധമായി സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് ആദ്യമായി കോടതിയിൽ വാദിച്ചത്. അത് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ നമ്മളെ ഗോപാലകൃഷ്ണന്റെ കുരുണ്ടില്ല പൊട്ടലോട് പൊട്ടല്, ഒരൊന്നൊന്നര പൊട്ടല്. നമുക്കെന്നാലും ഗോപാലകൃഷ്ണന്റെ ആ മനോഹരമായ കുരുപൊട്ടലൊന്ന് കണ്ടിട്ട് വന്നാലോ? അത് ഇപ്പൊ ബലദേവൻ വേറൊരു കാര്യം പറഞ്ഞു. ഗോപാലകൃഷ്ണ, നിങ്ങൾ BJP മാപ്പ് പറഞ്ഞോ? എന്തിനാണ് ബലദേവ BJP മാപ്പ് പറയുന്നത്? അടിമത്തത്തിന്റെ താഴികക്കുടങ്ങൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും അത് തച്ച് തകർക്കണം എന്ന അന്നും ഇന്നും നാളെയും പറയുന്ന പാർട്ടി തന്നെ BJP. ഒരു മാറ്റവും ഇല്ല. അല്ലല്ല, ഈ കലാപകലുഷിതമാക്കാൻ കേരളത്തെ കത്തിക്കാൻ ഈ പറയുന്ന സുപ്രീം കോടതിയിൽ കൊണ്ട് ഹർജി കൊടുത്ത വക്കീൽ BJP-കാരിയാണ്. BJP പൂർവാഞ്ചൽ മോർച്ച സ്പോക്സ് പേഴ്സൺ എന്ന അവരുടെ പ്രസ്ഥാന റിപ്പോർട്ട് കിടക്കുന്നത്. അതിൽ നിന്നെങ്കിലും മാറ്റ് എന്ന് പറയണ്ടേ കേരളത്തിലെ BJP? ഹർജി കൊടുത്ത BJP-കാരി ഏത് ശബരിമല സ്ത്രീ പ്രവേശനമാണ് RS-കാരി കൊടുത്തത്. എന്നിട്ട് അവരെ BJP ഒഫീഷ്യൽ പദവി ഇരുത്തിയേക്കുക. താങ്കൾ പറയണ്ടേ, ഇറക്കി വിടുന്നു പറയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, പുനഃപരിശോധന ഹർജി കൊടുത്തത് പാർട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ പുനഃപരിശോധന ഹർജി കൊടുത്തിട്ടുള്ളത് ക്ഷേത്ര സംരക്ഷണ സമിതിയല്ലേ, വിശ്വഹിന്ദു പരിഷത്തല്ലേ, ഇവിടുത്തെ ഹിന്ദു സംഘടനയല്ലേ? അതെന്താ നിങ്ങൾ പറയാത്തത്? ഏതെങ്കിലും ഒരാൾ പോസ്റ്റ് ഇട്ടതാണോ പ്രശ്നം? ഇവിടെ ശബരിമലയിൽ ആചാരലംഘനം നടത്തി സ്ത്രീകളെ കയറ്റണം എന്നാവശ്യപ്പെട്ട് ഇതിന്റെ ആണിക്കല്ലില്ലേ, ആണിക്കല്ല് ഹർജിയുടെ കാര്യം പറയുന്നത് BJP-കാരിയാ. പ്രേരണ കുമാരി എന്നായിരുന്നു. എന്നിട്ട് സുപ്രീം കോടതി കേസിന്റെ പേര് മാറ്റി അവിടെ പ്രേരണ സിംഗ് എന്നാക്കി, മിസ് പ്രേരണ സിംഗ് എന്നാക്കി. സുപ്രീം കോടതിയിലെ RSS ഫ്രാക്ഷന്റെ പ്രധാനപ്പെട്ട നേതാവുണ്ടോ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് പ്രേരണ സിംഗ് എന്ന് പറയുന്ന വക്കീൽ? BJP-യുടെ പൂർവാഞ്ചൽ മേഖല എന്തോ വലിയ നേതാവൊക്കെയാണ്. അങ്ങ് ചർച്ച കഴിയുമ്പോഴേക്കും ആ പദവിയിൽ നിന്ന് അവരൊന്ന് മാറ്റണം എന്ന് പറയണം. കാര്യം ഈ പ്രശ്നത്തിനൊക്കെ കാതലായ ഹർജി കാര്യമാണ് ഈ പ്രേരണ. വസന്ത് എന്താ പറഞ്ഞ നേരത്തെ? അത് പാർട്ടിയല്ല സാർ, ഇത് BJP പുറത്താക്കാൻ പറ പ്രേരണയെ. അവരുടെ ഭർത്താവ് RSS തമ്മിലുള്ള ബന്ധം അർത്ഥം മുറിക്കാൻ പറ. ഒന്നും മുറിച്ചിട്ട് എല്ലാം അങ്ങനെ നിൽക്കുക. പ്രേരണയുടെ ചുമതല മുഴുവൻ നിങ്ങളല്ലേ ഇരിക്കുന്നത് ഈ വിഷയത്തിൽ. തുഷാർ മേത്ത ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങളുടെ സുപ്രീം കോടതി പറഞ്ഞാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ശരി ശരി, ഈ പ്രശ്നത്തിന് മൊത്തം ആണിക്കല്ലായ ചൗക്കിദാർ പ്രേരണയെ BJP പുറത്താക്കാൻ പറ. ശരി ശരി, അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നടക്കില്ല, വിടൂല. ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ചുമ്മാ നാടിക്ക് നാളോട് വൃത്തിയോടൊപ്പം പറയാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണോ എനിക്ക് വൈകാരിക കുരുവട്ടെ? അതേ വെക്കേ മോശം വസ്തു പറഞ്ഞ് പൂർത്തിയോടെ കാരണം നിങ്ങൾ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നു. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി നിങ്ങൾ അധിക്ഷേപിക്കുന്നു. പറഞ്ഞപ്പോഴേക്കും ഒരു കാര്യമില്ല. എനിക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. നരേന്ദ്ര ദാമോദർ എനിക്ക് അദ്ദേഹം സംസാരിച്ച് എന്നെ വിളിച്ചാൽ അദ്ദേഹത്തോട് പറയാം. ഏത് ചാനലായാലും അനുവദിക്കില്ല. ഒരു പ്രേരണയാണ് BJP-കാരി പൂർത്തിയാക്കട്ടെ. വസന്ത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. വസന്തിനോട് ചോദ്യം ചോദിച്ചു. അല്ല വസന്ത് പറയൂ, അയാളുടെ പ്രധാനമന്ത്രി ആരാന്ന് ഉത്തരം അല്ല വസന്ത് പറയുന്നേ. അങ്ങ് ഒരു പ്രേരണയുടെ BJP എന്ന് പറയുമ്പോ ഇത്ര BP കൂട്ടല്ലേ? സമ്മതിക്കൂ. വസന്ത് പറയൂ. അങ്ങ് കുറച്ച് വെള്ളം കുടിക്കൂ, ഞാൻ അപ്പോഴത്തേക്ക് പറയാം.
അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നടക്കുന്ന ആരാണെന്ന് അങ്ങ് തന്നെ തീരുമാനിച്ചാൽ മതി. എന്നിട്ട് ആ ഭാഷയും ആ പദപ്രയോഗവും ആർക്കാണ് ചേരുക എന്ന് സ്വയം തീരുമാനിച്ചോ. ആ ബർഗർ എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും ഭിക്ഷാപാത്രവുമായി നാണമില്ലാതെ നടക്കുന്ന ആരാണെന്ന് തീരുമാനിച്ചാൽ മതി. എപ്സ്റ്റീൻ പറയുമ്പോ ഉടനെ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോകുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്ന പേടിയില്ല. എല്ലാരും കണ്ടല്ല നമ്മളെ ഗോപാലകൃഷ്ണൻ അവിടെ ഇരുന്ന് എന്തെല്ലാം കളിയാ ഗോപാലകൃഷ്ണൻ നീ കളിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ എവിടെയോ ഉറുമ്പോ വേറെന്തോ കയറി കൂടിയെന്നു അതിന്റെ കളിയാ ഗോപാലകൃഷ്ണൻ കളിക്കുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ല, അത് നിങ്ങൾക്ക് എത്ര ആൾക്ക് അറിയാന്നറിയില്ല. ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് നിർബന്ധമായി പറഞ്ഞത് RSSകാരാണ്, വേറെ ആരുമല്ല. RSSന്റെ മേധാവി മോഹൻ ഭാഗവതില്ലേ, അവിടെ നിർബന്ധമായി സ്ത്രീകൾ കയറണം, സ്ത്രീകൾ കയറുന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളെ ആരും തടയാൻ പാടില്ലെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ RSSന്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങള് കേരളത്തിലെ സംഘികള് എന്തുകൊണ്ടാണ് മുക്കുന്നത്? അവർക്ക് ഒരു ഭക്തിയില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അവർക്കുണ്ടല്ല ഈ സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കണം. അതായത് അതിന്റെ പേരിൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം, അതിലൂടെ കേരളത്തിൽ മെല്ലെ കയറി പറ്റണം. അത് മാത്രമാണ് സംഘിയുടെ ഉദ്ദേശം. ആ ഒരു സുവർണാവസരത്തിന് വേണ്ടിയാണ് ഇവരുടെ നേതാവ് പറഞ്ഞ കാര്യം തന്നെ സംഘികൾ മുക്കിയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വാർത്ത കൂടി നിങ്ങൾ കേട്ടു നോക്ക്. RSSുമായിട്ടും BJPയുമായിട്ടും ബന്ധമുള്ള 5 അഭിഭാഷകരാണ് ഈ കേസ്, ഈ പരാതി. ശബരിമല എന്ന് പറയുന്ന കേരളത്തിലെ ഈ ക്ഷേത്രത്തിനകത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അവരെ പ്രവേശിപ്പിക്കണം എന്ന ഈ ഹർജി ആദ്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത ഈ 5 അഭിഭാഷകരിൽ, വനിതാ അഭിഭാഷകരിൽ ബഹുഭൂരിപക്ഷം പേരും RSSുമായിട്ടും BJPയുമായിട്ടും ബന്ധമുള്ളവരാണ്. അത് തന്നെ ബന്ധമില്ലാത്തവർ RSSുമായിട്ടും BJPയായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അവർ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുത്വ സംഘടനകളായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഈ 5 ആളുകൾ. ആരൊക്കെയാണ്? സംഘപരിവാര കുടുംബങ്ങളിൽ നിന്നുള്ള പ്രേരണാകുമാരി, ഭക്തി പസ്രേജ സേത്ത്, സുധാപാൽ, ലക്ഷ്മി ശാസ്ത്രി എന്നിവരാണ് ഈ വക്കീലന്മാർ. ഇവരാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരുമല്ല, അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആരുമല്ല, ഒരു വ്യക്തിയല്ല ഈ അങ്ങോട്ട് അപേക്ഷയായിട്ട് സുപ്രീം കോടതി സമീപിച്ച് ഹർജിയായിട്ട് ചെയ്ത് ഇവരാണ് സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറയുന്നത്. ഇവർ എല്ലാവരും വിശ്വാസികളാണ്. ഇപ്പോഴും നമ്മൾ ഇവരുടെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ത്യ ടുഡേയിലും ന്യൂസ് നെറ്റിലൊക്കെയുള്ള ഇവരുടെ ഇന്റർവ്യൂ കാണാം. അവരെല്ലാവരും വിശ്വാസികളാണ്. ദൈവവിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഞങ്ങളടക്കം എല്ലാവരും തുല്യരാണ്, അതുകൊണ്ടൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രേരണാകുമാരി അഡ്വക്കേറ്റ് അവർ BJPയുടെ നേതാവായിരുന്നു. അവരെ ആ കാലത്ത് തന്നെ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാം, ചൌക്കിദാർ പ്രേരണ എന്നായിരുന്നു ട്വിറ്റർ അക്കൗണ്ടിൽ അവരുടെ പേര്. അക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ചൌക്കിദാർ ഓർമ്മയുണ്ടല്ലോ, പ്രധാനമന്ത്രിയുടെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു അക്കാലത്ത്. BJPയുടെ പതാക പിടിച്ചു നിൽക്കുന്ന BJPയുടെ സുപ്രീം കോടതിയുടെ ലീഗൽ സെല്ലിന്റെ സെക്രട്ടറി ആയിരുന്നു പ്രേരണാകുമാരി. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട വിശ്വാസം ഉള്ള ആളുകൾ, വിശ്വാസികൾ എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളാണ് അവർ ഈ കാര്യമായിട്ട് പോയത്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായിട്ട് എന്താണെന്ന് അറിയാതെ, അതായത് ഇങ്ങനെയാണ് അതിന്റെ കാര്യം. RSSന്റെ ജനറൽ സെക്രട്ടറി സുരേഷ് ഭയ്യാജി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വിളിക്കുക. ഭയ്യാജി ജോഷി 2016 മാർച്ച് 12 നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് വെച്ച് ഇങ്ങനെ പ്രസംഗിച്ചു. സൃഷ്ടികളിലാണ്, എഴുതപ്പെട്ടിട്ടാണ്. രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം. ചില അമ്പലങ്ങളിൽ ഇത് തടയുന്ന ചില ആചാരങ്ങളുണ്ട്, അത് മാറ്റണം. സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ നാം പ്രവർത്തിക്കണം. അതിനായി ബോധവൽക്കരണം നടത്തണം. ഇന്ന് സുരേഷ് ഭയ്യാജി ജോഷി RSSന്റെ ജനറൽ സെക്രട്ടറി 2016 മാർച്ച് 12 നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് വെച്ച് പറഞ്ഞു. ഇതൊക്കെ ഈ കേസ് നടക്കുമ്പോഴാണ്, ഈ സംഘപരിവാര കുടുംബങ്ങളിലുള്ള ആളുകൾ ഈ കേസ് നടത്തുമ്പോഴാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു സംഘപരിവാര BJP ആളുകളുടെ ആഗ്രഹമായിരുന്നു. എനിക്ക് നേരിട്ട് തന്നെയും കേരളത്തിലെ സംഘപരിവാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കേസിന് വിധി വരുമ്പോൾ ഒക്കെയുള്ള ആ സമയത്ത് എനിക്ക് ശബരിമലയിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന്. ഇപ്പൊ എല്ലാവർക്കും ഏറെക്കുറെ ആ സംശയമൊക്കെ തീർന്നിട്ടുണ്ടാവുമല്ലോ. ശബരിമലയിൽ സംഘികൾ പ്രക്ഷോഭം ഉണ്ടാക്കിയത് ഒരു വിശ്വാസത്തിന്റെ പേരിലും അല്ല, ഒരു ഭക്തിയുടെ പേരിലും അല്ല. അന്ന് കോടതി പറഞ്ഞു സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന്. അപ്പൊ സംഘികൾ പറഞ്ഞു അയ്യോ പറ്റുകയേ ഇല്ലാന്ന്. ഇനി കോടതി അന്ന് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞെങ്കിൽ ഈ സംഘികൾ എന്താ പറയാ, അതെന്താ സ്ത്രീകളെ പ്രവേശിപ്പിച്ചാൽ സ്ത്രീകളെ നിർബന്ധമായും ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്ന് അന്ന് സംഘികൾ അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത്ര മാത്രമേ സംഘയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉത്സാഹമുള്ളൂ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറട്ടെ, ശബരിമല എന്താണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെയുള്ള ആൾക്കാർ പ്രവേശനം നടത്തിയാൽ മതി. അതായത് ശബരിമലയിൽ പറയുന്നത് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സിനുള്ളിൽ വരെയുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പാടില്ലെന്ന്. അങ്ങനെയെങ്കിൽ നടന്നോട്ടെ, അതിനെന്താ പ്രശ്നം? അതങ്ങനെ നടന്നു പോയിക്കോട്ടെ. അല്ലാതെ സംഘികളെ പോലെ ഇരട്ടത്താപ്പും മുരട്ടത്താപ്പൊന്നും നമുക്കില്ല. സംഘികൾ ഒരിക്കൽ പറയും സ്ത്രീകളൊക്കെ പ്രവേശിക്കട്ടെ എന്ന്, കുറച്ച് കഴിയുമ്പോൾ സംഘികൾ ആ പ്ലേറ്റ് നേരെ ഉൾട്ടയാക്കും. എന്നിട്ട് പറയും ഒരു സ്ത്രീയും പ്രവേശിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഒട്ടകം ഗോപാല, നീ ആ മണിക്കൂർ ആ ചാനലിൽ ഇരുന്ന് കാണിച്ച കോപ്പറയുണ്ടല്ല, എങ്ങനെ നീ ഈ വീഡിയോ നീ എന്നിട്ട് കാണുമ്പോ നീ എങ്ങനെ ഇത് സഹിക്കും എന്റെ ഗോപാല, എന്റെ ഒട്ടക ഗോപാല? എന്തായാലും ചാനലിൽ വന്നിട്ട് ഇടക്കിടക്കെങ്കിലും ഒരുപാട് ചിരിക്കാനുള്ള വക തരുന്ന എന്റെ ഒട്ടകം ഗോപാലിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.